നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, ഒടുവിൽ ആ പുരസ്കാരം അർഹിച്ച കരങ്ങളിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. പോയ സീസണിലെ മികച്ച താരത്തിനുള്ള ഫിഫയുടെ അവാർഡ്, ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡ്, അത് വിനി ജൂനിയർക്ക് ലഭിച്ചിരിക്കുന്നു. ബ്രസീലിയൻ സൂപ്പർ താരം പോയ സീസണിൽ മിന്നും പ്രകടനമാണ് നടത്തിയത്. അർഹിച്ച കരങ്ങളിലേക്ക് എത്തിയ അവാർഡ് എന്ന് തന്നെ വേണം പറയാൻ. ഖത്തറിൽ ദോഹയിൽ വെച്ച് അദ്ദേഹത്തിന് മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. നോമിനേഷൻ ലിസ്റ്റിൽ മഹാരഥന്മാരായ താരങ്ങൾ ലിയോ മെസ്സി അടക്കമുണ്ടായിരുന്നു. അവരെയൊക്കെ മറികടന്നുകൊണ്ടാണ് വിനിക്ക് ഇപ്പോൾ ഈ പുരസ്കാരം ലഭിക്കുന്നത്. ബാലൻഡിയോറിൽ അദ്ദേഹം 2ാം സ്ഥാനത്തായി പോയിരുന്നു. അവിടെ വിന്നറായിരുന്ന റോഡ്രിയും ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ മറികടന്നുകൊണ്ടാണ് വിനി നേട്ടത്തിലേക്ക് എത്തിയത്. വിനിയെ കൂടാതെ ഈ ഒരു അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നവര് സ്പെയിനിന്റെ താരം ഡാനി കർവാഹൽ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സ്ട്രൈക്കർ ഏർലിംഗ് ഹാലൻഡ്, റയൽ മാഡ്രിഡിന്റെ ഉറുഗ്വായ് താരം ഫെഡെ വാൽവർദെ, ബയർ ലെവർക്യൂസന്റെ ജർമ്മൻ താരം ഫ്ലോറിയൻ ബേർട്സ്, റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലീഷ് താരം ജൂഡ് ബെല്ലിംഗാം, PSG നിന്ന് റയൽ മാഡ്രിഡിലേക്ക് കൂടുമാറിയ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെ, ബാഴ്സലോണയുടെ സ്പാനിഷ് യുവ സൂപ്പർ താരം ലാമിൻ യമാൽ, ഇന്റർ മയാമിയുടെ അർജന്റീൻ സൂപ്പർ താരം ലിയോ മെസ്സി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് താരം റോഡ്രി, റയൽ മാഡ്രിഡിന്റെ അദ്ദേഹം റിട്ടയർഡായ താരം ടോണി ക്രൂസ്, റയൽ മാഡ്രിഡിന്റെ വിനി ജൂനിയർ, ഇവരാണ് നോമിനേഷൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അവരിൽ നിന്നാണ് ഇപ്പോ വിനി ജൂനിയർ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം, പോയ സീസണിലെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായിട്ട് ഫുട്ബോളിന്റെ ആധികാരിക സംഘടന, ലോക ഫുട്ബോളിന്റെ ആധികാരിക സംഘടന ഫിഫ നൽകുന്ന അവാർഡ്, ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇതാ വിനി ജൂനിയർക്ക് ലഭിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.